എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ എന്ന ആ ദക്ഷയാഗം നടന്ന പുണ്യഭൂമിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിരവധി ആൾക്കാർ നിരവധി കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കമൻ്റായിരുന്നു ഒരു കുടുംബാംഗം പറഞ്ഞത്, സഹോദരൻ മരിച്ചിട്ട് 41 ദിവസം ആയി, എനിക്ക് ഈ വർഷം കൊട്ടിയൂരേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. നമ്മുടെ ഹിന്ദുക്കൾക്കിടയിലുള്ള വളരെ അജ്ഞത നിറഞ്ഞ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ ഒരു വലിയൊരു തെറ്റാണ് ഇത്. ഇത് കൊട്ടിയൂരേക്ക് മാത്രമല്ല, ശബരിമലയിൽ പോകുന്ന സമയത്തും പല ആൾക്കാരും ചോദിക്കാറുണ്ട്. കാരണം അച്ഛൻ മരിച്ചുപോയി, ഈ 6 മാസമേ ആയിട്ടുള്ളൂ, ഈ വർഷം എനിക്ക് ശബരിമലക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്നറിയോ, ആര് മരിച്ചാൽ പോലും, എത്ര വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചാലും ആ പൊലയും അതിൻ്റെ ശൗചവും തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്ഷേത്രത്തിലും പോകാം, കാശിയിലടക്കം പോകാം. അയ്യോ അങ്ങനെയല്ലല്ലോ നമ്മൾ ഇത്രയും കാലം കേട്ടത്, അത് ശരിയാണോ, അത് മഹാപാപമല്ലേ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ. ശബരിമല തന്നെ നമുക്കെടുക്കാം. ശബരിമലയിൽ അവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടൊരു തന്ത്രിയായിരുന്നു കണ്ഠര് മഹേശ്വരർ. എനിക്ക് തോന്നുന്നൊരു 3-4 കൊല്ലമായിട്ടുള്ളൂ അദ്ദേഹം മരിച്ചിട്ട്. ആ മരിച്ചതിന് ശേഷം എല്ലാ മാസവും അവിടെ നട തുറക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഈ നട തുറക്കുന്ന സമയത്ത് പല അവസരങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ മകനും ചില ഘട്ടങ്ങളിൽ മകൻ്റെ മകനും ഈ മരിച്ചുപോയ തന്ത്രിയുടെ മകനും അവരുടെ മകനും ഈ സന്നിധാനത്ത് വരികയും ഈ ശ്രീകോവിലിൻ്റെ അകത്ത് പ്രവേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തന്ത്രിയുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? അത് മരിച്ചു കഴിഞ്ഞാൽ 10 ദിവസമാണ് പൊലയുള്ളത്. 10 ദിവസത്തെ പൊല കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം ശുദ്ധി ചെയ്ത് 12ാമത്തെ ദിവസം ക്ഷേത്രത്തിലേക്ക് പോവാം. അപ്പോൾ തന്ത്രിമാർക്കും മേൽശാന്തിമാർക്കും ഈ 11 കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി പൂജ ചെയ്യാമെങ്കിൽ സാധാരണക്കാരായ ഭക്തന്മാർക്ക് ആ 11 കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഭഗവാനെ തൊഴുന്നതിൽ എന്താണ് തെറ്റ്? ഒരു 3-4 കൊല്ലം മുന്നേ, എനിക്കൊന്ന് 3 കൊല്ലമായിട്ടുള്ളത്, കണ്ണൂർ ജില്ലയിലുള്ള ഈ മലപ്പട്ടം സ്വദേശിയായിട്ടുള്ള കൊട്ടാരം ജയരാമൻ എന്ന് പറയുന്ന ഒരു മഹാനുഭാവനായിരുന്നു ഈ ശബരിമലയിലെ മേൽശാന്തിയായിട്ട് വന്നത്. അവിടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിശ്ചിത ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അമ്മാവൻ മരിച്ചു. എന്താ ചെയ്തത്? 11 ദിവസം, 10 ദിവസം പോലെയും 11ാമത്തെ ദിവസം ശുദ്ധിയും കഴിഞ്ഞ് 12ാമത്തെ ദിവസം ശ്രീകോവിലിൻ്റെ അകത്ത് കയറി പൂജ ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഉദാഹരണം പറയുന്നുള്ളൂ. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആചാരം നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കുക. അങ്ങനെ ഒരു തെറ്റുമില്ല. 41 ദിവസം കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞ് എപ്പോഴും വേണമെങ്കിലും കൊട്ടിയൂരേക്ക് പോകാം. ആ അശുദ്ധി മാറിക്കഴിഞ്ഞാൽ പോവുക, ശബരിമലക്കും പോവുക, ഏത് ക്ഷേത്രത്തിലും പോകാം കേട്ടോ, അതിലൊന്നും ഒരു തെറ്റുമില്ല. ഇനി ഞാൻ രണ്ടാമതൊരു വിഷയം എടുക്കുവാണ്. ഇതൊരു സംശയം എന്ന രീതിയിൽ ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് കുറേ ആൾക്കാർ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ കൊട്ടിയൂരേക്ക് നമുക്ക് പോകണമെന്നുണ്ട്, അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക എന്ന വിധത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ വിദേശത്ത് നടക്കം എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ചിന്തിക്കേണ്ടത്, അവർ നേരെ ഈ പറയുന്ന കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുക. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ഈ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വിമാനത്താവളം. അവിടുന്ന് വളരെ തുച്ഛമായ ദൂരമേ ഉള്ളൂ ഈ പറയുന്ന സ്ഥലത്ത് റോഡ് മാർഗം യാത്ര ചെയ്യാൻ എന്ന് മനസ്സിലാക്കുക. ഇനിയല്ല, നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർക്ക് വാഹനത്തിലേക്ക് എത്തിച്ചേരാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. കേരളത്തിന് വെളിയിലുള്ള ആൾക്കാർക്കും ഇങ്ങോട്ട് എത്തിച്ചേരണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നേരെ തീവണ്ടി മാർഗം അവർക്ക് തലശ്ശേരിയിൽ എത്തിച്ചേരാം, അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് എത്തിച്ചേരാം. തലശ്ശേരിയും വരാം, കണ്ണൂരും വരാം. ഇപ്പം ഈ ബോംബെ അങ്ങനെ ആ ഭാഗത്തുനിന്നൊക്കെ, മംഗലാപുരം ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർ കണ്ണൂർ ഇറങ്ങുന്നതാണ് ഉത്തമം. തലശ്ശേരി തെക്കൻ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് തലശ്ശേരി ഇറങ്ങുന്നതും നല്ലതാണ്. ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടംപോലെ ലൈൻ ബസ്സുകൾ
ഈ പറയുന്ന കൊട്ടിയൂരേക്ക് പോകുന്നുണ്ട്. ഇനി അല്ല, ലൈൻ ബസ്സിൽ നിന്ന് കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ? നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ വാഹനം പിടിച്ച് തയ്യാറാക്കിയിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് യാത്ര ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പോകുന്ന അവസരത്തിലാണെങ്കിൽ തലശ്ശേരിയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ അവർക്ക് നേരെ കൂത്തുപറമ്പ് ഭാഗത്തേക്കാണ് എത്തിച്ചേരാൻ ഉത്തമം. കൂത്തുപറമ്പിലൂടെ പിന്നീട് നമ്മൾ 1 കിലോമീറ്റർ ആ മെയിൻ റോഡിലൂടെ തന്നെ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തൊക്കിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും. ആ തൊക്കിലങ്ങാടിയിൽ നിന്നും നമ്മൾ നേരെ വലത് വശത്തേക്ക് തിരിഞ്ഞ് അവിടെ നിന്നും വയനാട് റോഡ് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഉണ്ട് കൊട്ടിയൂരേക്ക്. ആ വയനാട് റോഡിലൂടെ പോവുകയാണെങ്കിൽ നെടുമ്പൊയിൽ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തും. ഈ നെടുമ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും 2 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ വാരപ്പീടിക എന്ന് പറയുന്ന സ്ഥലത്തെത്തും. വാരപ്പീടിക. ഈ വാരപ്പീടികയിൽ നിന്നും വീണ്ടും വലത്തേക്ക് തിരിഞ്ഞാൽ നേരെ എത്തുന്നത് കൊളക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നീട് കേളകം വഴി കൊട്ടിയൂരേക്ക് എത്തിച്ചേരാം. ശരാശരി ഒരു 59 കിലോമീറ്ററാണ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. ഇനിയല്ല, ഈ പറയുന്ന സ്ഥലത്ത് വാഹന ഗതാഗതത്തിന് തടസ്സവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഈ വാരപ്പീടിയിൽ നിന്ന് ഞാൻ വലത്തേക്ക് പോകാനല്ല പറഞ്ഞത്, അതിന് പകരം നേരെ തന്നെ പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ തെറ്റുവഴി എന്ന് പറയുന്ന സ്ഥലത്തും അവിടെ അല്പം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ തുണ്ടി, പിന്നെ മണത്തണ, അതുവഴി കേളകം വഴി നമുക്കെന്ത് ചെയ്യാം? ഈ പറയുന്ന കൊട്ടിയൂരേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി കോഴിക്കോട് നിന്നാണ് നമ്മൾ വരുന്നതിരിക്കട്ടെ, കോഴിക്കോട് നിന്ന് സ്വന്തം വാഹനത്തിലാണ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് പോകാൻ ഈ പറയുന്ന അവിടുന്ന് കോഴിക്കോട് നിന്ന് കൊയിലാണ്ടി, വടകര, മാഹി, തലശ്ശേരി ഇതുവഴി ഇങ്ങനെ പോകാം. പക്ഷെ അതിനേക്കാളും എളുപ്പം എന്ന് പറയുന്നത് വടകരയിൽ എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതുവഴി നേരെ കൂത്തുപറമ്പിലേക്ക് പോവുകയാണെങ്കിൽ ശരാശരി 122 കിലോമീറ്ററാണ് കോഴിക്കോട് നിന്ന് വരുന്നത് എന്നർത്ഥം. എവിടത്തേക്ക്? ഈ പറയുന്ന കൊട്ടിയൂരേക്ക് വരുന്നത് എന്നർത്ഥം. എന്നാൽ മംഗലാപുരം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, കാസർഗോഡ് മേഖലയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നേരെ അവർ തളിപ്പറമ്പിലാണ് എത്തിച്ചേരേണ്ടത്. തളിപ്പറമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് നേരെ ശ്രീകണ്ഠാപുരം, ഇരിക്കൂർ, ഇരിട്ടി വഴി നേരെ എവിടത്തേക്ക് പോകാം? ഈ പറയുന്ന കൊട്ടിയൂരേക്ക് പോകാൻ പറ്റും. ഇരിട്ടിയിൽ നിന്നും വലിയ ദൂരമൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ കണ്ണൂരിൽ നിന്ന് തന്നെയാണ്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇഷ്ടംപോലെ ബസ്സുകൾ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. അതുപോലെ തന്നെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. കണ്ണൂരാണ് കുറച്ചും കൂടി നമുക്ക് അനുയോജ്യമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്പദൂരം പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നിരവധി ബസ്സുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്ക് ആ വഴിയും തിരഞ്ഞെടുക്കാം എന്ന് അർത്ഥം. അപ്പോൾ കണ്ണൂരിൽ നിന്നാണെങ്കിലും ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ വാഹനങ്ങൾ കിട്ടും. അവിടെ നേരെ മട്ടന്നൂർ വഴിയോ ഇരട്ടി വഴിയോ പോയിട്ട് നേരെ ഈ പറയുന്ന കൊട്ടിയൂരേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന വഴികൾ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? ഈ കൂത്തുപറമ്പ് വഴിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ശരാശരി ഇത് കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പ് വഴി പോവുകയാണെങ്കിൽ 45 കിലോമീറ്ററാണ് വരിക. അതേ സമയത്ത് ഇരിട്ടിയിലെത്തിക്കഴിഞ്ഞാൽ ഇരിട്ടിയിൽ നിന്ന് അവിടത്തേക്ക് എത്തുന്നത് 29.5 കിലോമീറ്ററാണ്. ഈ പറയുന്ന ഇരിട്ടിയിൽ നിന്നും ഈ മണത്തണ വഴി കേളകം വഴി കൊട്ടിയൂരേക്ക് പോകാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിരിക്കട്ടെ, വാഹനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ റോഡ് ബ്ലോക്കായി, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് രാത്രി ഒറ്റപ്പെട്ടു പോയി ഒന്നും അറിയുന്നില്ല, അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നറിയോ? നേരെ ഒന്നിക്കിൽ കേളകം പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പേരാവൂർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടണം. നമുക്കെപ്പോഴും അതൊരു ഫലമായിരിക്കും. ഈ കേളകം പോലീസ് സ്റ്റേഷൻ്റെയും പേരാവൂർ പോലീസ് സ്റ്റേഷൻ്റെയും നമ്പർ എപ്പോഴും നമ്മുടെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. എവിടെന്നെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ വിളിക്കാം. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ പറയാം, നോക്കിക്കോളൂ. 04902 04902. ഇത് കേളകം പോലീസ് സ്റ്റേഷൻ്റെ കോഡാണ്. പിന്നെയോ 412048. ഇതാണ് കേളകം പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ. ഒന്നുകൂടി പറയാം,
0490 2 41 20 48 ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്നർത്ഥം. അതോടൊപ്പം പേരാവൂർ പോലീസ് സ്റ്റേഷനിലാണ് ബന്ധപ്പെടുന്നതെങ്കിൽ ഇതേപോലെ 0490 ഫോൺ നമ്പർ 44 44 58. ഇത് പേരാവൂർ പോലീസ് സ്റ്റേഷൻ്റെതാണ് എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ അവരെ ബന്ധപ്പെടാം. ഇനി നമുക്ക് അവിടത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ക്ഷേത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ അവിടുത്തെ സംവിധാനങ്ങളെക്കുറിച്ചോ താമസ സൗകര്യത്തെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ നമ്പറും സൂക്ഷിച്ച് വെക്കുക. ദേവസ്വം ബോർഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 0490 248 02 34. ഇത് ഒരു നമ്പർ. മറ്റൊന്ന് 248 04 84. ഇത് മറ്റൊരു നമ്പർ. അങ്ങനെ 2 നമ്പർ ദേവസ്വത്തിൻ്റെതായിട്ടുണ്ട്. ഇതിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. കൂടാതെ നമ്മൾ അവിടെ ക്ഷേത്രത്തിൽ എത്തിയെന്നിരിക്കട്ടെ, ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തെങ്കിലും നല്ലൊരു വഴിപാട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. അവിടെ വഴിപാട് എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാട് എന്ന് പറയുന്നത് ശയനപ്രദക്ഷിണം. എന്നാൽ സ്ത്രീകൾ ഒരു കാരണവശാലും ശയനപ്രദക്ഷിണം ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സ്ത്രീകൾക്ക് വിധിച്ചിട്ടില്ല. അത് അവർക്ക് വിധിച്ചിട്ടുള്ളത് അവിടെ പഞ്ചാംഗ നമസ്കാരമാണ്. ഏറ്റവും പ്രധാന വഴിപാട് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പഞ്ചാംഗ നമസ്കാരമാണ്. പുരുഷന്മാർക്ക് ശയനപ്രദക്ഷിണമാണ് പറഞ്ഞിട്ടുള്ളത്. ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് ചെയ്യാം. പിന്നെയുള്ള പ്രധാന വഴിപാട് വെച്ചാൽ വലിയ വട്ടിളം പായസം. അത് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആവും വിധം ചെയ്താൽ മതിയാകും. പിന്നെ അവിടുത്തെ പ്രധാന വഴിപാടെന്ന് വെച്ചാൽ 1000 കുടം എന്ന് പറയുന്നൊരു വഴിപാടുണ്ട്, സ്വർണ്ണക്കുടം എന്ന് പറയുന്നൊരു വഴിപാടുണ്ട്, വെള്ളിക്കുടം എന്ന് പറയുന്നൊരു വഴിപാടുണ്ട്. ഇതൊന്നും നിങ്ങൾ ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ശയനപ്രദക്ഷിണമെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഇല്ല ശയനപ്രദക്ഷിണം ചെയ്യാൻ പറ്റാത്ത അന്തരീക്ഷമാണെങ്കിൽ നിങ്ങൾ അവിടെ ദണ്ഡ നമസ്കാരം ചെയ്യുന്നത് നന്നായിരിക്കും എന്നർത്ഥം. നീണ്ടു നിവർന്ന് കണ്ട് നമസ്കരിക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താണ് വസ്ത്രങ്ങൾ, പുരുഷന്മാർക്ക് മേൽവസ്ത്രം വേണ്ട എന്ന് മാത്രം. മേൽവസ്ത്രം ഇല്ലാതെ സാധാരണഗതിയിൽ അങ്ങോട്ട് പോകുന്നതാണ് ഉത്തമം. അവിടെ ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ചിട്ട് ഈറനോടെ ആ നനഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് പോകുന്നതാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അവിടത്തേക്ക് പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് അധികം ആൾക്കാർ പോകുന്ന അങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. മുണ്ട് തന്നെയാണ് അവിടെ പ്രധാനമായിട്ടും ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുണ്ട് ധരിച്ചിട്ട് പോകുന്നതായിരിക്കും ഉത്തമം. സ്ത്രീകൾക്കാണെങ്കിൽ സൽവാറും കമ്മീസും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും കുറച്ച് കട്ടിയുള്ള നേരിയ വസ്ത്രമാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പക്ഷേ നേരിയ വസ്ത്രമാകുമ്പോൾ മുങ്ങി നിവരുമ്പം വേറെ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങളൊക്കെ മറ്റുള്ളവർ കാണും. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട്, അല്ലെങ്കിൽ ഇതായ ശേഷം അതിൻ്റെ മുകളിൽ കൂടി നമ്മളൊരു തോർത്ത് ഇങ്ങനെ ഒരു ചുരിദാറിൻ്റെ ഷാൾ അതിൻ്റെ മുകളിൽ കൂടി പുതച്ചിട്ട് നമുക്ക് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ വസ്ത്രത്തിൽ അവിടെ പ്രധാനമായിട്ടും നമ്മൾ പാൻറ്റ് പോലെയുള്ള ജീൻസ് പോലെയുള്ള സാധനങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ 3/4 പോലുള്ള ഈ ടൂറിസ്റ്റുകൾ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കുക. തീർത്ഥാടനത്തിന് വരുമ്പോൾ പരമാവധി തീർത്ഥാടന വസ്ത്രം തന്നെ ധരിക്കുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഇത്തവണത്തെ യാത്ര എല്ലാവർക്കും സന്തോഷകരമാകട്ടെ, സുഖകരമാകട്ടെ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ കൊട്ടിയൂരേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമാവധി ലീവുള്ള ദിവസം ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. അങ്ങനെ പോകുമ്പോൾ അവിടെ തിരക്ക് കുറയും എന്നർത്ഥം. ശനി ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങൾ, ശനിയാഴ്ചത്തെക്കാളും കൂടുതൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വലിയ വാഹനവുമായിട്ട് പോകുന്ന ആൾക്കാർ വളരെയേറെ ശ്രദ്ധിക്കുക. ചെറിയ വാഹനങ്ങളായിട്ട് പോകുന്ന ആൾക്കാർക്ക് പിന്നെയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും എന്നുകൂടി മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.